ഇനിയും അവന്റെ വാശിയും ദേഷ്യം കൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇനിയും അവൻ വരുന്നില്ലെങ്കിൽ അവനുമായിട്ടുള്ള സൗഹൃദത്തിന് പോലും അർത്ഥമില്ല. ഒരു ഓൺലൈൻ ചാനൽ വഴി സാറിന്റെ പ്രോഗ്രാം മഹാലക്ഷ്മി വളരെ യാദൃശ്യമായിട്ടാണ് കാണുന്നതും പിടിച്ച പിടിയാലെ കണ്ണനെ സാറിന്റെ അടുത്ത് എത്തിക്കുന്നതും. അതിനുശേഷമാണ് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മഹി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നന്മ ചെയ്താണെന്ന് അവൻ ഓർക്കണ്ടേ? ദേ വരുന്നുണ്ട്. മഹി ഇപ്പോഴെങ്കിലും ഒന്നും വരാൻ തോന്നിയല്ലോ. മഹി അവിടെ വന്നപ്പോ നീ എന്താണ് മഹിയോട് പറഞ്ഞേ? കുറച്ച് ഹാർഡായിട്ട് സംസാരിച്ചു. എടാ, ജീവിതത്തിൽ നടന്നതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട് മഹി. ആകെ കൂടി പറയാതെ പോയത് ആ അപകടത്തെക്കുറിച്ച് മാത്രമാണ്. ഓരോ പ്രാവശ്യം അത് പറയാൻ വരുമ്പോഴും നിന്റെ മനസ്സിൽ അച്ഛനുള്ള സ്ഥാനത്തെപ്പറ്റി മഹി കൂടുതൽ അറിയായിരുന്നു. അങ്ങനെയുള്ളപ്പോ ആരായാലും സത്യങ്ങൾ പറയാൻ മടിക്കും. അല്ലെങ്കിൽ തന്നെ ആ അപകടത്തിൽ 5 വയസ്സാരിയ മഹി സാക്ഷിയായെന്നല്ലാതെ അതിൽ മഹിക്ക് ഒരു പങ്കുമില്ലല്ലോ. ഈ സത്യം അറിഞ്ഞപ്പോ നിങ്ങൾക്കെങ്കിലും എന്നോട് പറയാറുന്നില്ലേ? പറഞ്ഞിട്ട് എന്താടാ പ്രയോജനം? എടാ, നിനക്കറിയോ ഞങ്ങളിത് അറിയുന്നത് ഈ അടുത്ത സമയത്താ. അപ്പൊ നിന്നോട് ഇതേപ്പറ്റി പറഞ്ഞാലും ഇത്രയും നാളെ നിന്നിൽ നിന്ന് അത് ഒളിപ്പിച്ചതിന്റെ പേരില് മഹിയോടുള്ള നിന്റെ പ്രതികരണം ഇത് തന്നെയായിരിക്കും. ഞങ്ങളോട് മഹി സത്യങ്ങൾ പറഞ്ഞത് തന്നെ ഞങ്ങൾ കണ്ണേട്ടനോട് പറയാനാ. പക്ഷേ മഹിയെ പോലെ തന്നെ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം കണ്ണേട്ടന്റെ ജീവിതത്തിൽ അച്ഛനുള്ള സ്ഥാനത്തെ പറ്റി. അതുകൊണ്ടാ ഞങ്ങളെല്ലാം മൗനം പാലിച്ചത്. കണ്ണാ, താനെന്ന് വന്ന് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. സാറേ, മഹിക്ക് ഇവിടെ എലിസബത്തിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടാവില്ല. എൻ്റെ അനിയത്തി തന്നെ തൻ്റെ ഭാര്യയെ നോക്കാനായി തിരഞ്ഞെടുത്തത് ട്രീറ്റ്മെന്റിനോടൊപ്പം മഹാലക്ഷ്മിക്ക് സാന്ത്വനം കിട്ടാനാ. എന്നാ അതിനൊക്കെ ഒരുപാട് മുകളിലാടൂ ആ കുട്ടിക്ക് തൻ്റെ പ്രസൻസ്. അതിന് പകരം വെക്കാൻ ഒരു ട്രീറ്റ്മെന്റിനും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. താൻ വാ. എന്താടോ കണ്ണ ഇത്? തന്നെ പോലെ പക്വതയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട പ്രവൃത്തികളാണോ ഇപ്പോൾ ഉണ്ടായേ? എടോ, തന്റെ കുഞ്ഞാടോ മഹിയുടെ വയറ്റിൽ കിടക്കുന്നത്? എനിക്ക് പെട്ടെന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റിയില്ല സാറേ. തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് താങ്ങാൻ പറ്റൂടൂ. അല്ല, തന്റെ ബുദ്ധിശക്തിക്ക് ശരിക്കും എന്താണോ സംഭവിച്ചത്? അറിയില്ല സാറേ. എടോ, ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ താൻ എന്നെ വിളിക്കാത്ത എന്താ? അല്ലെങ്കിൽ എന്നെ വന്ന് കാണാത്ത എന്താ? എടോ, താനിങ്ങനെ നടക്കുന്നത് മഹാലക്ഷ്മിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ആ കുട്ടി തൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ കൈപിടിച്ച് നടത്താനൊരു പെൺകുട്ടി. അതിനപ്പുറം നിങ്ങളുടെ ബന്ധത്തിന് ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബജീവിതം പോലും നിങ്ങൾക്കുണ്ടാവുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. അവിടുന്നാണ് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ആ എത്തിയോ? ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഡോക്ടറെ, എങ്ങനെയുണ്ട് മഹിക്ക്? വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൊണ്ടുവരുമ്പോ BP ഷുഗറും ഒക്കെ ഡൗൺ ആയിരുന്നു. ശ്വാസം എടുക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ, എന്നാ പിന്നെ പോയി കണ്ടോ. ശരി ഡോക്ടർ.
ഇച്ചായ സംസാരിച്ചില്ലേ? സംസാരിക്കുന്നതിനിടയിലെ എലിസബത്ത് വന്നത്. ഉം. ഇനി ഒന്നുകൂടി കാര്യങ്ങൾ വിശദമായി സംസാരിക്കണം.